ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലത്തെ പ്ലാന്റ്സും പിന്നെ ട്രീസും കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇനിയുണ്ട്, അതൊക്കെ ബാക്കിലാണ്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാതെ പോകരുത്. അപ്പം എന്താണ് ബാക്കി കാര്യങ്ങൾ കാണിക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ അമ്മ നട്ട പേരയ്ക്കമരം. ഒരു വലുതും ഉണ്ട്, പിന്നെ ബാക്കി 3 ചെറുതുമാണ്. ടോട്ടൽ 4 പേരയ്ക്കമരം ഉണ്ട്. ഇത് എൻ്റെ വീട്ടിലത്തെ ഒരു കുഞ്ഞൊരു പൂവിൻ്റെ ചെടിയാണ്. ഇത് പേരൊന്നും അറിയില്ല ഇതിൻ്റെ, ഞങ്ങൾ വളർത്തുന്നു കേട്ടോ. ഈ മാവ് എൻ്റെ അച്ഛൻ നട്ടതാണ്. ഈ മാവിൻ്റെ പേരാണ് നീലമാങ്ങ. ഇവിടെ എന്താണ് കുറേ മാങ്ങകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആദ്യമായിട്ടുണ്ടായതാട്ടോ. അപ്പോൾ ഗൈസ്, പറയാൻ മറന്നതാണ്, ഇവിടെ ഒരു പേരയ്ക്കമരം ഉണ്ട് കേട്ടോ. ഗൈസ്, ഇവിടെ നിറയെ തുളസി ചെടി ഉണ്ട്. അപ്പോൾ ഗൈസ്, ഇവിടെ വഴുതനങ്ങ ഉണ്ട് കേട്ടോ. അച്ഛൻ നട്ടതാണ്. അപ്പോൾ ഗൈസ്, ഇത് എന്താണ് പ്ലാവാണ്. ചക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ, ചെറുതും വലുതൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ വിട്ടുപോയതാണ് ഈ കറുപ്പ് തുണി എന്തിനാ കെട്ടിയിരിക്കണമെന്ന്, കിളികളൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ടോ. ഇത് ഓമക്കായാണ് ഗൈസ്, നല്ല വലുതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പല നാട്ടിലും പല പേരാണ് ഇതിന് പറയുക. ഞങ്ങളുടെ നാട്ടിൽ ഓമക്കായ എന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുകയെന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഗൈസ്, ഇതാണ് മാങ്ങാനാറി. ഇത് ഞാൻ നട്ടതാട്ടോ. പിന്നെ ഇതേപോലെ കുറേ തുളസി ഉണ്ട് കേട്ടോ. ഇതാണ് ഗൈസ് മൂവാണ്ടൻ. നല്ല മണമാണ് ഗൈസ്, കിട്ടണില്ല. നല്ല മണമാണ് ഗൈസ്. ഇത് ഇനി എന്താണ് വീട്ടിലേക്ക് വരുന്ന വഴിയാണ്. ഇനി അപ്പുറത്താണ് ചെടികൾ. ഇതാണ് ഗൈസ് മെയിൻ ഐറ്റം. എൻ്റെ ഫേവറേറ്റ് ചെടിയാണ്, റംബൂട്ടാനാണ് ഗൈസ്. അപ്പം അപ്പുറത്ത് കുറേ ഉണ്ടായിട്ടുണ്ട് ഗൈസ്, കണ്ടോ, കുറേ ഉണ്ടായിട്ടുണ്ട് ഗൈസ്. ഗൈസ് താഴത്തൊക്കെ ഉണ്ട്. ഓയേ, വളരെ ഇഷ്ടമുള്ളതാണ്. ഇത് ആർക്കൊക്കെ ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. കുഞ്ഞൊരു ഓമക്കായ ചെടി വളർന്നു വരുന്നുണ്ട് കേട്ടോ. ഇത് ചീരയാണ്. ഇതെന്താണെന്ന് മനസ്സിലായവർ പറയൂ കേട്ടോ, കമൻറ്റ് ഇടൂ. അപ്പോൾ ഗൈസ്, ഇവിടെയും അവിടെയും ഒരു വലിയൊരു മുട്ടങ്ങാട്ട് തെങ്ങുണ്ട് കേട്ടോ. ഗൈസ്, ഇതും ഒരു ഓമക്കായ മരമാണ്. അതിൽ കുറച്ച് ഓമക്കായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് കുഞ്ഞൊരു പ്ലാവാണ് ഗൈസ്. ഈ പ്ലാവിൻ്റെ ഇനൊന്നും എനിക്കറിയില്ല കേട്ടോ. പ്ലാവാണെന്ന് എനിക്കറിയാം. പിന്നെ ഇവിടെ കുഞ്ഞൊരു തെങ്ങ് തൈ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഗൈസ് ആപ്പിൾ ചാമ്പ. വലിയ മരമാണ് കേട്ടോ. ഇതാണ് ഗൈസ് മുളക്. ഇവിടെ ഒരു തെങ്ങുണ്ട് കേട്ടോ. ഇത് എല്ലാ കറിക്കും ഉപകാരമുള്ള സാധനമാണ് കേട്ടോ, കറിവേപ്പില. ഇത് ഞങ്ങളുടെ നാട്ടിലെ വിഷക്കായാണെന്ന് പറയും കേട്ടോ. ഇത് വെറുതെ ഇതിലൊന്ന് കാണിച്ചാണ്. ഇത് നമ്മുടെ മൽഗോവ മാവാണ് കേട്ടോ. അതുമൊന്നും ഉണ്ടായില്ല. പിന്നെ ഇതാണ് ഗൈസ് മുരിങ്ങ. അപ്പോൾ ഗൈസ്, ഇവിടെ ഉണ്ട് കുറേ തുളസി. അപ്പോൾ ഗൈസ്, എൻ്റെ വീട്ടിൽ കുറേയാണ് സാധനങ്ങളുള്ളത്. തുളസിയാണ്. പിന്നെ ഇത് ഒരു പ്ലാവാണ്.
ഇതിൻ്റെ ബാക്ക് വശത്താണ് കേട്ടോ. ഇതാണ് ഗൈസ് മുളക്. ഏതറിയില്ല കേട്ടോ. ഇവിടെ ഒരു തയ്യും കൂടി ഉണ്ട്. ഇതൊരു ചീരയാണ്. പിന്നെ ഉള്ളത് മൂവാണ്ടമാവാണ് കേട്ടോ. ഇത് വീണ്ടും ഒരു പേരയ്ക്കമരം കേട്ടോ, ചെറുതാണ്. പിന്നെ പ്ലാവാണ്. പിന്നെ 3 മുളക് തൈ ഉണ്ട് കേട്ടോ. ലാസ്റ്റ് ഫൈനലായിട്ട് ഒരു കറ്റാർവാഴ കൂടി ഉണ്ട്. എൻ്റെ വീട്ടിലത്തെ ചെടികളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ വീട്ടിലുള്ള ചെടികളൊക്കെ ഞാൻ കാണിച്ചു തന്നു. അപ്പോൾ ഇതാണ് എൻ്റെ വീട് ഗൈസ്. ഹോം ടൂറായിട്ട് വരണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ വരാം. ബൈ ബൈ.